ഹലോ. അപ്പോൾ ദേ രാവിലെ ആയി കഴിഞ്ഞ് ഇവിടെ ഇതാട്ടോ പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാതെ ഭയങ്കര കടികൂടലായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ദേ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചേമ്പും തണ്ട് തോരനും നല്ല ചമ്മന്തി കുത്തരിച്ചോറും ആട്ടോ. അപ്പോൾ ദേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെ പണികളിലേക്ക് കിടന്നു കേട്ടോ. ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് വിറക് കീറി എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് സത്യം പറയാം ഇത് കാര്യമായിട്ട് എനിക്ക് അറിയില്ല, കാരണം നമ്മൾ ചെയ്ത് പരിചയമില്ലാത്തതാണല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ കീറി എടുത്തു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കണ കണ്ടിട്ട് മേളിൽ നിന്ന് അത് നോക്കിയിട്ട് ഭയങ്കര കുരയാണേ. ഭയങ്കരമായിട്ട് പുള്ളി കുരയ്ക്കുന്നുണ്ട്. എന്നാടാ പിന്നെ ദേ നമുക്ക് കുറച്ച് അടയ്ക്ക ഉണക്കിയെടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ദേ വെയിലത്ത് കൊണ്ട് വെച്ചു, കാരണം ഇച്ചിരി നനവൊക്കെ ഉണ്ട്. അപ്പോൾ ഉണങ്ങി കിട്ടാൻ വേണ്ടി വെയിലത്ത് കൊണ്ട് വെച്ചാൽ ഞാൻ എവിടെ പോയാലും ദേ ഇതുങ്ങളെൻ്റെ പുറകെ വരും കേട്ടോ. അപ്പോൾ ദേ ഇന്ന് മീൻകുളം വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന് നിന്നപ്പോൾ രണ്ടും വന്ന് എത്തി കുത്തി നോക്കി നിൽക്കും അതിൻ്റെ അകത്തേക്ക് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ ഇവിടുത്തെ ഈ പരിസരത്ത് ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെയുണ്ട്. 10-15 എണ്ണത്തോളം കണ്ടുണ്ട്, അതുങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട്. അപ്പോൾ ഭയങ്കര ശല്യം കേട്ടോ അതുങ്ങളെ കൊണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നോക്കി ഇതുങ്ങൾ നടക്കുന്നത് എൻ്റെ പുറകെ വെച്ച് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ചെടി പിടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം മണ്ണെന്ന് പറയുന്നത് നല്ല ഉറച്ച മണ്ണാണ്. പിന്നെ ഇവിടെ മണ്ണ് അങ്ങനെ അധികം എടുക്കാനും ആയിട്ടില്ല, കാരണം ഇങ്ങനെ തട്ടായിട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് മണ്ണെടുത്ത് ചെടി നടാനുള്ള പരിപാടിയോ അവിടെ കുഴിച്ച് ചെടി നടാനായിട്ടൊന്നും പറ്റുകയില്ല കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെടി പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ട് നല്ല പാടുള്ള കാര്യമാണ്. ഈ ചെടികളൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ വെച്ചതാണ്, പക്ഷെ വലിയ കാര്യമായിട്ട് പിടിച്ചൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു വാടിയ പോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മീൻകുളമായിരുന്നു. മീൻകുളമല്ല, നമ്മൾ ഗപ്പിക്കുഞ്ഞിനൊക്കെ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളം പറ്റി, അപ്പോൾ നമുക്ക് ആദ്യം മാറ്റേണ്ടത് ഇതാട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാം, അല്ല ഇനി ആ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും. അപ്പോൾ ഞാൻ എന്താ ഈ കുളമല്ല, നമ്മുടെ മീൻ കിടന്ന ടാങ്ക് നോക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിലൊരിറ്റ് വെള്ളം ഉണ്ടായിരുന്നില്ല, കൂടുതലും ചെളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ നോക്കിയില്ലായിരുന്നെങ്കിൽ മീനെല്ലാം ചത്തുപോയേനെ. ഇത് കണ്ടു, ഇതിലെ വെള്ളം അപ്പടി വറ്റിപ്പോയിട്ട് ഇത് കണ്ട മീൻ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതെല്ലാം ഇതിലം വഴി ഇങ്ങനെ നടക്കും കേട്ടോ. നമുക്ക് എന്നായാലും ആദ്യം തന്നെ ഇതിനെയൊക്കെ ഒന്ന് കോരിയെടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിലേ ഇതെല്ലാം ചത്തു പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ എടുക്കാം. അവിടെ നിന്ന് അവർ ചോറ് കഴിക്കുന്നുണ്ട്. അതെ, രണ്ടുപേരും എൻ്റെ ചോട്ടിൽ തന്നെയുണ്ട്. ഞാൻ ചെറിയൊരു ചിരട്ട വെച്ചാണ് കോരി എടുക്കണേ, വേറെ പാത്രം ഒന്നും കിട്ടിയില്ല. ഉണ്ടോ, ഇതിൻ്റെ അകം നിറയെ ചെളിയാണ്. ഇനി നമുക്ക് അതിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. മീൻ കുഞ്ഞുങ്ങൾ നടപ്പുണ്ട്, പക്ഷേ എടുക്കാൻ ഇച്ചിരി പാടാണ്. രണ്ടും കൂടെ അടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പമ്മി നടക്കുക. ഒരു തൊഴിലും ഇല്ല, വെറുതെ അടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കണേ. ഇപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കോരിയെടുത്ത മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, അതിനെ നമ്മൾ ഈ ചെറിയ ഒരു ഗപ്പിക്കുളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഈ കുളം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, കാരണം അതിൽ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറേ ഇലയുടെ വേസ്റ്റൊക്കെ ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചെറിയൊരു കുളം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് ഇനി നമ്മൾ ആ ഗപ്പീനെ ഇടാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വെള്ളം കുറച്ച് വറ്റിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇലയും കാര്യങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ആകപ്പാട് അലങ്കോലമായിട്ടാണ് ഈ കുളം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ കുളം ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മീനിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ആമ്പലിൻ്റെ ഇത് ചട്ടിയിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ആ ചട്ടിയോട് കൂടി എടുത്ത് മാറ്റുക കേട്ടോ. അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കുളം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതേ 2 ചട്ടി ഞാൻ അവിടെ നിന്ന് എടുത്ത് പൊക്കിയിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ അടിയിൽ നിറയെ ചെളിയാണ്, അതുപോലെ തന്നെ കരിയിലയാണ്. അപ്പോൾ അതേ ഇതാണ് മീൻ കുളം ശരിക്കിനുള്ളത്. നല്ല ചേറാണ്. ഇതാട്ടോ അവസ്ഥ. ഞാൻ അങ്ങ് പോയാലും ഇങ്ങ് വന്നാലും എല്ലാം കൂട്ടം കൂടി എൻ്റെ പുറകെ ഓടി വരവാണ്. ചിലപ്പോൾ നമ്മുടെ കാലിൽ തട്ടി നമ്മൾ വീഴാനൊക്കെ തുടങ്ങും കേട്ടോ. ഭയങ്കര കുസൃതിയായ. ഇതിൽ കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ തന്നെ ചൂല് കൊണ്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. കാരണം കൈയിട്ട് വരാൻ പേടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കടി കിട്ടിയാലോ എന്ന് ഓർത്ത്.
അപ്പോൾ അതേ ആദ്യം ചൂല് കൊണ്ട് തന്നെ അതിൽ കിടക്കുന്ന ചപ്പും ചവറും എല്ലാം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, ആ ചട്ടിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റിൽ തന്നെ കുറേ ആയിട്ട് നമ്മൾ അനക്കാണ്ട് വെച്ചിരിക്കുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈക്കിട്ടൊന്നും കടി കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. കണ്ടോ, ഇതാണ് ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഈ വെള്ളം മൊത്തം നമുക്ക് കോരിക്കളയണം. കോരിയിട്ട് നമുക്ക് ഇവിടെയുള്ള ചെടിക്കൊക്കെ ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല വൃത്തിക്ക് കുളമൊന്ന് കഴുകി എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതുണ്ട് ഇപ്പോൾ കുളത്തിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് നല്ല സെറ്റാക്കി എടുത്ത് നല്ലൊരു അടിപൊളിയാക്കാം. അപ്പോൾ അതേ ഇനി നമുക്ക് കുളം കഴുകിയെടുക്കണമെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണം. അപ്പോൾ അതിൽ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. നമുക്കിവിടെ കിട്ടുന്നത് പഞ്ചായത്തിൻ്റെ പൈപ്പാണ് കേട്ടോ, അതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കണത്. അപ്പോൾ അതേ വെള്ളം ഞാൻ ഓണാക്കി നോക്കിയപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആദ്യം ഹോസ് കണക്ട് ചെയ്തപ്പോൾ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതേ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കണക്ട് ചെയ്ത് കൊടുത്തുന്നത് നമുക്ക് കുളത്തിലേക്കുള്ള വെള്ളം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ, നല്ല ശക്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തെ പൈപ്പിൽ നിന്ന് വെള്ളം കണക്ട് ചെയ്തിട്ടാട്ടോ എടുത്തത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. ഇത് മുകളിലുള്ള ഒരു കിണറിൽ നിന്ന് നമ്മൾ ഓസ് ഇട്ടിട്ട് എടുക്കുന്നതാട്ടോ. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ശക്തിയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ കുളം നല്ലപോലെ തന്നെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിൽ കുറേ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറേ പായലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ആ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, നമുക്ക് അധികം വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അധികം കഴുകാനായിട്ടൊന്നും നിന്നില്ല, കഴുകിയെടുത്തോളം നിർത്തിയിട്ട് എന്തായാലും വെള്ളം നിറയ്ക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ കൂടെ വന്ന് ചോട്ടി ഇരുന്ന് ഈ കടികൂടലാണ് പരിപാടി. എല്ലാം പെയിൻറ്റും മുങ്ങിയതാട്ടെ. ഈ മേത്തൂടെ കാണുന്നതെല്ലാം എന്തേ മാറിക്കടാ. ദേ ഈ കാണുന്നത് കടിക്കാതെ പല്ലടിച്ചും കുളിക്കും ഞാൻ. ദേ ഈ കാണുന്നതെല്ലാം പെയിൻ്റാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പെയിൻറ്റാണ്, സമ്മതിക്കുകയല്ല. ഭയങ്കര കളി മൂത്ത് നിൽക്കണ സമയം, അതുകൊണ്ട് കൈയിടാൻ പോയാൽ ചിലപ്പോൾ കടി കിട്ടും. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചെടിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വളർന്ന് കിട്ടിയില്ല. കാരണം മണ്ണ് ഭയങ്കരമായിട്ട് ഉറച്ച മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളൊക്കെ ഒത്തിരി നട്ട് കഴിഞ്ഞാലും അധികമായിട്ട് ചെടികളും കാര്യങ്ങളും ഒന്നും പിടിക്കത്തില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ചെടികൾ നട്ടൊക്കെ നോക്കിയതായിരുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നും പിടിച്ച് കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഉറച്ചുറച്ച് നിൽക്കുക മണ്ണിൽ. മണ്ണിന് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാലും ചെടിയോ കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 1-2 എണ്ണോ എല്ലാം പിടിച്ച് കിട്ടിയെങ്കിലേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവരുടെ ഈ ദേഹത്തൂടെ ഈ വീണ് ഇരിക്കുന്നതെല്ലാം പെയിൻ്റാട്ടോ. ഇതിൻ്റെ തള്ളപ്പട്ടി പെയിൻറ്റ് കെട്ടിന്ന് മറിച്ചിട്ടത്. അപ്പോൾ ഇതുങ്ങൾ പോയി അതിൻ്റെ അകത്ത് കയറി. അതാണ് ഈ പാണ്ട് വന്ന കണക്ക് ദേ ഈ മേത്തൊക്കെ ഇരിക്കുന്നത്. ഇത് കണ്ട, ഇതൊക്കെ പെയിൻ്റാണ്. ഇപ്പോൾ ദേ ഇതൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. ഉണങ്ങിയിട്ട് ഈ രോമം പൊഴിഞ്ഞു പോയിട്ട് വേറെ വരും കേട്ടോ. കണ്ട, 6 എണ്ണം ഉണ്ടായിരുന്നു, 6 എണ്ണം. ഇപ്പം 4 എണ്ണേ ഉള്ളൂ, 2 എണ്ണം ചത്തുപോയി. നേരം പുറകിൽ നടപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാലൊക്കെ പുറകെ നടക്കും. ചിലപ്പോൾ നമ്മൾ തട്ടി വീഴാനൊക്കെ തുടങ്ങും. ഭയങ്കര ശല്യമാണ് 4 പേരെ കൊണ്ടു. അല്ലേടി? ഇനി എന്നെ കടിക്കും. ഈ കുളത്തിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച് മാറ്റി വെച്ചിരുന്ന ഗപ്പിക്കുഞ്ഞുങ്ങളെല്ലാം ഇതിലേക്ക് റിലീസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിറയെ വെള്ളം വന്നപ്പോൾ എല്ലാം ഓടി നടക്കുക.
അപ്പോൾ ഇതെല്ലാം കളി കഴിഞ്ഞിട്ട് കയറി കിടന്ന ഉറക്കമാണ്, തീരെ ഉറക്കം എല്ലാം കണ്ട. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.